എല്ലാവർക്കും ജസ്മിയോടൊപ്പമുള്ള ഈ സെഷനിലേക്ക് സ്നേഹനിർഭരമായ സ്വാഗതം. സിസ്റ്റർ ജസ്മിയുടെ പുതിയ പുസ്തകം കേരള സ്റ്റോറികൾ, അതിനെക്കുറിച്ചുള്ള ചർച്ച ആണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി സിസ്റ്റർക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. കേരള സ്റ്റോറികൾ എന്ന എൻ്റെ 9ാമത്തെ പുസ്തകം DC ബുക്സാണ് 8ഉം പ്രസിദ്ധീകരിച്ചത്. 9ാമത്തെയും DC ബുക്സ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പുസ്തകം ഇന്നാണ് ഞാൻ കാണുക, കേൾക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ കേരള സ്റ്റോറികൾ എന്ന് കൊടുത്തത്? ഇംഗ്ലീഷ് അധ്യാപികയായ ഞാൻ ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. കേരള സ്റ്റോറീസ് എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷേ അത് വേണമെന്ന് വെച്ച് തന്നെ അങ്ങനെ കൊടുത്തതാണ്. കാരണം നമ്മളിങ്ങനെ ഫിഷസ് എന്ന് പറയുന്ന പ്ലൂരൽ പറയുമ്പോൾ വെറൈറ്റീസ് ഓഫ് ഫിഷിനെയാണ് ഫിഷസ് എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫിഷിൻ്റെ പ്ലൂരൽ ഫിഷ് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ പല കേരള സ്റ്റോറി വിഭിന്ന തരത്തിലുള്ള ഡിഫറെൻറ്റ് സ്പീഷീസൊക്കെ ഉള്ള കേരള സ്റ്റോറികൾ അതിലുള്ളത് കൊണ്ട് 24 ലേഖനങ്ങളാണ്. അപ്പോൾ പലതും ചേർന്നതുകൊണ്ട് മനഃപൂർവ്വം കേരള സ്റ്റോറികൾ എന്ന് വെച്ചു. പിന്നെ ആ സിനിമയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഞാനിവിടെ സ്റ്റോറി എന്നുള്ള വാക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ കഥയാണ്. കഥയിൽ കഥയുണ്ടാകണം, അതേസമയം അതിൽ ഭാവനയും വരും. അപ്പോൾ ഫാക്റ്റും ഫിക്ഷനും കൂടി കലർന്നതാണ് സിനിമയായാലും കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയായാലും എൻ്റെ പുസ്തകമായാലും എല്ലാം കഥകളായതുകൊണ്ട് അതിൽ ഫാക്റ്റും ഉണ്ട്, ഫിക്ഷനുമുണ്ട്. അങ്ങനെ 24 ആർട്ടിക്കിൾസിൽ ഇതേ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ലേഖനം, അത് 9 പേജ് ഉള്ളത്. അത് ഞാൻ ആരംഭിക്കുന്നത് മാധവിക്കുട്ടിയുടെ വണ്ടിക്കാളകളിൽ ഒരു ഭാഗവും, അതിൽ അനസൂയയും ഡോക്ടർ സാദിഖും തമ്മിലുള്ള ഒരു ബന്ധം എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ അതിൽ കഥയും കാണും, ഒപ്പം ഭാവനയും ഉണ്ടാകാം. അപ്പോൾ അതും പിന്നെ ഖബർ എന്ന് പറഞ്ഞ് KR മീര എഴുതിയിട്ടുള്ള നോവലറ്റാണ്. നോവൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ബുക്കാണ്. ആ നോവലറ്റിലും ഇതുപോലെ 2 കഥാപാത്രങ്ങളുണ്ട്. ഭാവന സച്ചിദാനന്ദൻ എന്ന ഒരു ഹിന്ദു സ്ത്രീ ആയിട്ടുള്ള ജഡ്ജും കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസിനായിട്ട് വരുന്ന ഒരു മുസ്ലിം യുവാവും. അവർ തമ്മിലുള്ള ഒരു പ്രണയമോ എന്തൊക്കെയോ അതിൽ വിവരിക്കുന്നുണ്ട്. അതൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ലേഖനത്തിന് കേരള സ്റ്റോറികൾ എന്ന് പേരിട്ടതും. പിന്നീടും ഉള്ള ലേഖനങ്ങളിലും ധാരാളം സ്റ്റോറികൾ വരുന്നുണ്ട്. അത് ഞാൻ ആ ലേഖനത്തിൽ കുറച്ച് എൻ്റെ അനുഭവങ്ങളും കൂടി ചേർത്തിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരികളുടെ അനുഭവങ്ങളും ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ എഴുതിയത് ഒന്ന് മേരി റോയ് എന്ന് പറഞ്ഞ ഒരു ധീര യുവതി, നമ്മുടെ അരുന്ധതി റോയുടെ അമ്മ, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് ഈ അടുത്ത് മരണമടഞ്ഞിട്ടുള്ള മേരി റോയ്. അതൊരു സ്റ്റോറി പോലെയുള്ളൊരു ലേഖനമായി എഴുതിയിട്ടുണ്ട്. അതിലും ഫാക്റ്റാണ് അധികവും. പിന്നെ സാറാസ് എന്ന് പറഞ്ഞ ഫിലിമിനെ കുറിച്ച്, ഭ്രൂണഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രഹന ഫാത്തിമയുടെ ആത്മകഥയെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി, രഹന ഫാത്തിമമാർ ഉണ്ടാകുന്നത് എന്നാണ് അതിന് ഞാൻ ടൈറ്റിൽ കൊടുത്തത്. സൊസൈറ്റിയാണ് രഹന ഫാത്തിമമാരെ ഉണ്ടാക്കുന്നത് എന്ന് ഒരു ധ്വനി അതിലുണ്ട്. പിന്നെ ഡിവോഴ്സസ് നടക്കുന്നു, അതിൻ്റെ 2 വശങ്ങളും എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. പിന്നെ ആവാസവ്യൂഹം എന്ന് പറഞ്ഞ ഫിലിം, അതിനെക്കുറിച്ച്, അതും നമ്മുടെ കേരള പശ്ചാത്തലത്തിലാണ്. പിന്നെ ജ്ഞാനോദയം, ദളിത് സ്ത്രീകളുടെ ആത്മകഥകളുണ്ട്, അതും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. വൃദ്ധജനങ്ങളുടെ ഒരു പരിച്ഛേദം എന്ന് പറഞ്ഞ ഒരു ലേഖനമുണ്ട്. ഭാര്യമാർ, സ്വാതന്ത്ര്യം മോഹിക്കുന്ന ഭാര്യമാർ എന്ന് പറഞ്ഞ് ഒരുപാട് സിനിമകളിലൂടെ കടന്നു പോകുന്നൊരു ലേഖനമാണത്. പിന്നെ ജയകുമാർ സാറിനെയും കൃഷ്ണൻ നായർ സാറും ഒക്കെ ഇപ്പോൾ ഇവിടുത്തെ ജീവിച്ചിരിക്കുന്ന കേരള വ്യക്തിത്വ പ്രതിഭകളെക്കുറിച്ചുള്ള ലേഖനങ്ങളുമുണ്ട്. ഇതെല്ലാം ചേർത്ത് കേരള സ്റ്റോറികൾ. അതിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വരുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ ഹസീനയും ചോദിക്കുമായിരിക്കാം. ഈ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ സ്ത്രീകൾ, കീഴാളർ, പരിസ്ഥിതി, കുഞ്ഞുങ്ങൾ, രോഗാതുരരായ കുഞ്ഞുങ്ങൾ, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അനവധി ആൾക്കാർക്ക് വേണ്ടിയുള്ള
വീറുറ്റ ചെറിയ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. പിന്നെ എന്താണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ചിന്തയുടെ നുറുങ്ങുകൾ കേട്ടു. ചില ചോദ്യങ്ങൾ കേട്ടു. ഏതായാലും ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്ന് പരാഗണം നടത്തുന്ന പൂമ്പാറ്റയെ പോലെ ചിന്തകളെ തൊട്ട് ആരോഗ്യകരമായ ഒരു പരാഗണം നടത്താനുള്ള വക ഞാൻ ആ പുസ്തകത്തിൽ കണ്ടു. എന്നാലും അതിൽ പ്രതിപാദിച്ചതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സിസ്റ്ററോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള സ്റ്റോറികൾ പരാമർശിച്ച സ്ഥിതിക്ക് ഞാൻ ആ ചോദ്യം തന്നെ ആദ്യം ചോദിക്കാം. ആ വ്യക്തിപരമായ അതിൽ പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്നാലും എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. വിയോജിപ്പ് ഞാൻ പറയുന്നില്ല, സംശയം ചോദിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം പുരുഷന്മാർക്ക് ലൈംഗികമായ കഴിവ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം പൊതുവെ പുസ്തകത്തിൽ പലയിടത്തും ഒരു പരാമർശമുണ്ട്, മുസ്ലിം സ്ത്രീകൾക്കാണെങ്കിലും ലൈംഗികമായ കാര്യങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്, അവർ പഠിത്തം നിർത്തിയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ. അപ്പോൾ മുസ്ലിം പുരുഷന്മാരുടെ ഈ കഴിവ് ഉപയോഗിച്ച് അവർ അന്യമതസ്ഥരായ സ്ത്രീകളെ പ്രണയിച്ച് മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നു എന്ന വാദഗതിയോട് അനുകൂലമായ ഒരു നിലപാട് സിസ്റ്റർ അതിൽ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ മതം മാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ശരി, മുസ്ലിങ്ങളാണെങ്കിലും ശരി, മതം മാറ്റാൻ മറ്റൊരു വ്യക്തിയെ മതം മാറ്റി തന്നിലേക്ക് കൂട്ടാൻ പ്രേരിപ്പിക്കുന്നത് അതുവഴി അവർക്ക് സ്വർഗം പ്രാപ്യമാണെന്നോ മോക്ഷത്തിലേക്ക് കൂടുതൽ എളുപ്പമാണെന്നോ ഒക്കെയുള്ള ചിന്ത കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ്. മതം മാറ്റിയ ആളെ കൂട്ടിയ എന്തോ പുണ്യപ്രവൃത്തിയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടല്ലേ സിസ്റ്റർ? നമ്മളിന്നല്ല പറയുന്നത്, അത് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ക്രിസ്ത്യാനികളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ രണ്ട് മതത്തിലും, ഇസ്ലാമിലാണെങ്കിലും ശരി ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ശരി, വ്യഭിചാരം കടുത്ത പാപമാണ് താനും. അപ്പോൾ ഈ ഒരു കടുത്ത പാപത്തിലൂടെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ മതങ്ങൾ പ്രേരിപ്പിക്കും എന്ന് സിസ്റ്റർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ തുടക്കം മുതലേ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ കോളേജുകളിൽ വരുന്ന മുസ്ലിം പെൺകുട്ടികൾ ഏത് ഗ്രൂപ്പ് ചോദിച്ചാലും അവർക്ക് കിട്ടും. കാരണം ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ കാണും. അത് കഴിഞ്ഞാൽ അവർ ആരും ആ പഠനം ആദ്യകാലങ്ങളിൽ അവസാനിപ്പിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, അവരിലൂടെയും അവരുടെ ചർച്ചകളിലൂടെയും ചിന്തകളിലൂടെയും ഈ പുയ്യാപ്പിളെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെയാണ് ഞങ്ങൾ കണ്ടുമുട്ടാറ്. അവർക്ക് അതാണ് ഏക ചിന്ത, നല്ല കല്യാണം കഴിക്കണം, പുയ്യാപ്പിള എപ്പോഴാണ് വരിക എന്ന് നോക്കിയിരിക്കുന്നതായിട്ട്. അപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല അവർക്ക്. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താലും ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താലും ആ സീറ്റൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ഞങ്ങളുടെ വലിയൊരു ദുഃഖമാണ്. സിസ്റ്റേഴ്സ് ഞങ്ങൾ പലരും പറയും, മോളെ തേർഡ് ഗ്രൂപ്പിൽ എടുത്തോളൂ, അതിലൊരു സീറ്റ് പോയാലും നമുക്കത്ര വിഷമമില്ല. ഇത് വളരെ എണ്ണപ്പെട്ട ചുരുങ്ങിയ സീറ്റുകളാണ്. അത് ആഗ്രഹിച്ചു വരുന്നവർക്ക് കിട്ടാതെ പോകുന്നു. ഇവർ മാനേജ്മെൻറ്റ് കോട്ട വഴിയൊക്കെ വരുന്നു. അതിൻ്റെ വ്യത്യാസം ഞാനിപ്പോൾ കണ്ടു തുടങ്ങി. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സസിന് നല്ല പൈസ വരും. മിക്കവാറും ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഒന്നും അതിൽ ചേരാൻ പൈസയില്ല. കാരണം അവർ വന്നു ചേർന്ന് എപ്പോൾ പോയാലും ഫുൾ എമൗണ്ട് 3 വർഷത്തെ എമൗണ്ടും അടച്ചിട്ടേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. എങ്കിലേ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുള്ളൂ. അപ്പോൾ അധികവും വരാൻ പറ്റുന്നത് മുസ്ലിം ഗേൾസിനാണ്. അവർ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ എങ്ങനെയോ ആ മാറ്റം വന്നതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നു. അവർ റാങ്ക് വരെ, യൂണിവേഴ്സിറ്റി റാങ്ക് വരെ ഇപ്പോൾ വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും അവരുടെ ആ പണ്ടത്തെ ആ ഒരു പുയ്യാപ്പിള സ്വപ്നമൊക്കെ മാറിയിട്ട് ജീവിക്കണം, ജോലി വേണം, പഠിക്കണം, അതിലേക്ക് അവർ തിരിഞ്ഞ് ബ്രെയിൻ അലേർട്ടാക്കാൻ തുടങ്ങിയതിൽ ആനന്ദിക്കുന്നു. വിമല കോളേജിൽ ആദ്യമായിട്ടൊരു ഗസ്റ്റ് ലെക്ചറർ മുസ്ലിമിനെ കൊണ്ടുവന്നത് ഞാനാണ്. എൻ്റെ കൂട്ടുകാരിയാണ്, എന്നേക്കാൾ പ്രായം കുറവാണ്. ഷീബ എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളെ കണ്ടാൽ അവൾ തട്ടൊന്നും ഇടാറൊന്നുമില്ല, ആർക്കും മനസ്സിലായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി. അപ്പോൾ എന്നെ ഒരു മാഷ് വന്ന് അഭിനന്ദിച്ചു. ആദ്യമായിട്ട് വിമല കോളേജിലേക്ക്
ഒരു ടീച്ചർ തസ്തികയിലേക്ക് ഒരു മുസ്ലിം കുട്ടിയെ കൊണ്ടുവന്നതിന് സിസ്റ്റിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അവരൊക്കെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാറ്റം ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ഇനി അടുത്ത സെക്ഷനിൽ ചോദിച്ചത് പലപ്പോഴും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മഠത്തിൽ നിന്ന് വന്ന് ആദ്യം താമസാക്കിയത് കോഴിക്കോടാണ്. ഒരുപാട് പേര് വന്ന് എനിക്ക് പുസ്തകങ്ങൾ തരലും എന്നെ മതം മാറ്റാനും ശ്രമിച്ചിട്ടുണ്ട്. അത് സെക്സ് അധികം അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ നിന്ന് കിട്ടും എന്നറിയുന്നതുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ലെങ്കിലും ഒരുപാട് ജമാഅത്തെ ഇസ്ലാമി 3 ടോക്കുകൾക്ക് എന്നെ വിളിച്ചു. 4ാമത്തെ ടോക്കായപ്പോൾ ഞാൻ പറഞ്ഞു. 3ാമത്തെ ടോക്ക് പൊന്നാനിയിലായിരുന്നു. അന്ന് രാത്രി എനിക്കൊരല്പം പേടിയുണ്ടായി, എന്നെ വല്ല മതം നിർബന്ധിച്ച് മാറ്റുമെന്ന് വരെ. അവർ പറഞ്ഞ വാചകം ഇതാണ്: കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടി മതം മാറാൻ വൈകിപ്പോയി, സിസ്റ്റർ ബുദ്ധിപൂർവ്വം വൈകരുത്, എത്രയും വേഗം മതം മാറണം എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പല ഭാഗത്തുനിന്നും വന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ഷെയർ ചെയ്തു. അവളെ ഇതുപോലെ പിന്നാലെ നടന്ന് മതം മാറ്റാൻ ശ്രമിച്ചതും ഇതുപോലെ വിവാഹം വാഗ്ദാനം ചെയ്തുകൊണ്ടൊക്കെയാണ് അവളുടെ പിന്നാലെ നടന്നിരുന്നതും. പിന്നെ എൻ്റെ വേറെ ഒരു കൂട്ടുകാരി, അവളുടെ കുടുംബത്തിൽ ഇങ്ങനെ ആരോ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ മതം മാറ്റം നിർബന്ധിച്ചു. അതിൽ സെക്സ് ഒരു വലിയ റോള് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിലും പലതും, എൻ്റെ അനിയത്തിയെയും ഇതുപോലെ, അവൾ നേഴ്സായിരുന്നു. അവൾ കൊടുത്താൽ മാത്രം കഞ്ഞി കുടിക്കുന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു അവിടെ ആശുപത്രിയിൽ. അപ്പോൾ ആ ഉമ്മ പറയുന്നത് മോനെ കൊണ്ട് കെട്ടിക്കണം. എൻ്റെ അനിയത്തിയൊരു പേര് സീന എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, സീനത്തെന്ന് വിളിക്കാം ഞങ്ങൾ, നിങ്ങൾ വീട്ടിൽ സീനയായി തുടർന്നോളൂ. എൻ്റെ മകൻ യൂസഫാണ്, അവനെ ജോസഫ് എന്ന് വിളിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു, എന്താ ദൈവമേ ഇത് നടക്കുമോ? അവൾ പേടിച്ച് ലീവ് എടുത്ത് ശനി ഞായറിലും ഉപ്പ ഏതാണ്ട് അവശ നിലയിലായിട്ടുണ്ട്. അപ്പോൾ മരിച്ചു പോകുന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അവൾ ശനി ഞായറും ലീവ് എടുത്ത് വീട്ടിൽ പോയി. അങ്ങനെ രക്ഷപ്പെടുകയാണ്. തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ അവരില്ല, ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെയും ഈ വെളിച്ചത്തിലും പിന്നെ കേരള സ്റ്റോറിയിൽ 3 സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ സത്യം ഫാക്റ്റുണ്ട്, ഫിക്ഷനും ഉണ്ടാകാം. പക്ഷെ അതിലും ഫാക്റ്റ് കാണുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് പിന്നെ അവനല്ല വിവാഹം ചെയ്യുന്നത്, വേറെ ആളാണ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഥകളും കേൾക്കുകയും നമ്മളുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് വരുന്നുണ്ട്. അതും മതം, ഹസീന ചോദിച്ചതുപോലെ മതത്തിൽ ഭയങ്കര ഭക്തരായവരാണ് മറ്റൊരു മതത്തിലേക്ക് ചാടുന്നത്. അപ്പോൾ അവരുടെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട്, അവൾക്ക് അമ്പലമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പള്ളി ഇഷ്ടമായിരുന്നു, എന്നിട്ട് അവളെന്താ പോയി? അപ്പോൾ ഈ മതം തലക്കടിക്കുന്നവർ ശരി തന്നെയാണ്. അവർ വിചാരിച്ചിട്ടുണ്ടാവും ബെറ്റർ സ്വർഗം അല്ലെങ്കിൽ നല്ല ഹൂറികളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ പോലെ വലിയ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ പോകുന്നത്. അപ്പോൾ ഈ മതം വരുത്തുന്ന പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. അത് എനിക്ക് സൊസൈറ്റിയോട് ആവർത്തിച്ച് പറയണമെന്നുണ്ട്. ഈ മതം വരുത്തുന്ന, ആദ്യകാലങ്ങളിൽ നന്മ വരുത്തിയ മതം ഇപ്പോൾ തിന്മയെ വരുത്തുന്നുള്ളൂ എന്നുള്ളൊരു സങ്കടം. ഏതു മതമായാലും ടെററിസം വരെ വളരുന്നത് മതങ്ങളിലൂടെയാണെന്നുള്ള വലിയൊരു ദുഃഖം എനിക്ക് പങ്കുവയ്ക്കാൻ ഈ അവസരത്തിൽ ഞാനത് പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഞാൻ ചോദിച്ച ഒരു ചോദ്യം സിസ്റ്റർ വിട്ടുകളഞ്ഞു. അതിന് വലിയ പ്രസക്തി ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, വളരെ സമയം കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ മതത്തിൽ തുടങ്ങിയുകൊണ്ട് മതത്തിൽ തന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ സന്തോഷ് കുമാറിൻ്റെ കഥയെ മുൻനിർത്തി ഈ മന്ത്രവാദ കൊല പോലുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ലേഖനം അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിച്ച നീച്ചയെ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ജോസഫ് എടമറകിനെ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് നിന്നുള്ള ഒരു കോട്ട് ഞാൻ പറയാം. ഭാസ്കരൻ നിഷ്കർഷിച്ച പുസ്തകങ്ങൾ വായിച്ചപ്പോൾ പാതാലിക്കൽ വർക്കിച്ചൻ അമ്പരപ്പിക്കുന്ന ആ സത്യം തിരിച്ചറിഞ്ഞു. സത്യമാണ്. എന്താ സത്യം? ദൈവമില്ല. അപ്പോൾ മഠത്തിൽ നിന്ന് പോകുന്ന സിസ്റ്ററുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? മഠം പോയി പിന്നെ ഈശോയോട് കൂടെയാണ് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പം എന്താ, ദൈവം ഉണ്ടോ ഇല്ലയോ? ഇല്ലാതാകാൻ വല്ല സാധ്യതയുണ്ടോ? അതോ ഈശോ എന്ന മണവാളൻ്റെ കൂടെ അങ്ങനെയാണോ? വിശദീകരിക്കാമോ? ദൈവം എന്ന് ഞാൻ ആദ്യം ഉണ്ടായ സങ്കല്പങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴും.
അപ്പോൾ ഈശോ ദൈവമല്ല എന്ന് ഒരു വൈദികൻ, അദ്ദേഹം ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾ എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അദ്ദേഹം വിശുദ്ധ കുർബാന ചൊല്ലാറില്ല, അത് മനുഷ്യരെ വിളിച്ചു കൂട്ടാൻ തട്ടിക്കൂട്ട് പരിപാടി ഞങ്ങളുണ്ടാക്കിയതാണ് എന്ന് അച്ഛൻ നേരിട്ട് എന്നോട് പറഞ്ഞു. അച്ഛൻ ചൊല്ലാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛനെ ബിഷപ്പ് ശിക്ഷിക്കില്ലേ, അച്ഛൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ ശിക്ഷിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഇതൊക്കെ അറിയാം. അവരും ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ ഉണ്ടാക്കിയ ഒരു ചെപ്പടി വിദ്യയാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഷോക്കായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. എനിക്കിങ്ങനെ കടലിൻ്റെ മണൽത്തരി എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നീങ്ങി പോകുന്നത് പോലെ, ഒരു ബേസ് കിട്ടാത്തത് പോലെ ഞാൻ വിഷമിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഇങ്ങനെ 2 ദിവസം ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ഇൻ്റർവ്യൂവിൽ, എനിക്ക് പ്രേം നസീർ പറയുന്നത് പോലെയാണ് ഞാൻ കേട്ടത്, എടി മണ്ടിപ്പെണ്ണെ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ഈശോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇപ്പോൾ ഈശോ ദൈവമല്ല, നല്ല മനുഷ്യനാണെങ്കിൽ പോലും എനിക്ക് ആ ആദർശങ്ങൾ പിന്തുടർന്നൂടെ? എനിക്ക് എൻ്റെ അപ്പനോ അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ആളുകളോ മനുഷ്യരാണ് പലരും, എല്ലാവരും തന്നെ. എന്നാലും എനിക്ക് ആ ചൈതന്യം അല്ലെങ്കിൽ ആ ആദർശം അത് പിന്തുടരാൻ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ജീസസിലൂടെ എനിക്ക് കിട്ടിയ ആദർശം ഞാൻ വിടണ്ടല്ലോ, അതെനിക്ക് പിന്തുടരാം. പിന്നെ അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അതൊരു പക്ഷേ പ്രകൃതിയാകാം. അതിനെ പല പേരുകളിൽ ഓരോരുത്തർ വിളിക്കുന്നു. ഞാൻ ശീലിച്ചത് ജീസസ് എന്ന് വിളിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോഴും പറയുമ്പോഴൊക്കെ ജീസസ് എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന് പറയുന്നത്, ഞാൻ ആ ശക്തിയെ അല്ലെങ്കിൽ ആ പ്രകൃതിയെ എല്ലാവരും ആരാധിക്കുകയോ ഉള്ളിൽ കാണുകയോ ചെയ്യുന്ന നമ്മളെക്കാൾ വലിയ ഒരു ശക്തി അത് എൻ്റെ കൂടെയുണ്ട്, അതെല്ലാവരുടെയും കൂടെയുണ്ട്. പലരും പല പേരിൽ വിളിക്കണോ. ഇപ്പോൾ ഒരാൾ കൃഷ്ണാന്നോ ഗുരുവായൂരപ്പാന്നോ ഒരാൾ അബ്ബാന്നോ എന്തൊക്കെ വിളിച്ചാൽ അത് വിളിച്ചുള്ള ശീലാണ്. ഹസീനയെ ഹസീന എന്നും എന്നെ ജസ്മി എന്നും ഒക്കെ വിളിക്കുന്നത് പോലെയുള്ള വിളിപ്പേരുകളാണ് ഒരേ ഒരു ശക്തിയെ പല വിധത്തിൽ, പല കോണുകളിൽ, പല പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്നതാണ്. അങ്ങനെയാണ് ഇപ്പം ഞാൻ ദൈവത്തെ തിരിച്ചറിയുന്നത്. ജെൻഡർ നീതിക്കായുള്ള പോരാട്ടം എന്നൊരു ലേഖനം ആ പുസ്തകത്തിനകത്തുണ്ട്. അതിൻ്റെ അകത്ത് വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണം ഞാൻ കണ്ടു. അതിങ്ങനെയാണ്: പുരുഷനേക്കാൾ സ്ത്രീയാണ് ഉത്തമം എന്ന പുരുഷൻ്റെ തിരിച്ചറിവ് അവനിലുണ്ടാക്കിയ ഭയമാണ് സ്ത്രീയെ കാൽക്കീഴിൽ ചവിട്ടിപ്പിടിക്കാൻ പുരുഷനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ അഭിമതം. അങ്ങനെയാണ് ആ വരി. അത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ കളിയാക്കുന്ന നിരവധി ട്രോളുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആണുങ്ങളെ കളിയാക്കി അതിൽ രസിക്കുന്ന ട്രോളുകൾ വളരെ കുറവാണ്. നമ്മൾ ആരെയാ കളിയാക്കി രസിക്കുക? നമ്മളെക്കാൾ എന്തുകൊണ്ടോ ഉയരെ നിൽക്കുന്ന, നമുക്ക് എന്തുകൊണ്ടോ അസൂയുള്ള ആൾക്കാരെ കളിയാക്കുമ്പോഴാണ് നമുക്ക് രസം. അല്ലാതെ യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ കീഴെ നിൽക്കുന്ന ഒരാളെ കളിയാക്കാൻ സാമാന്യമായി ആർക്കും തോന്നില്ല, അതിലൊരു രസമില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങളെ നിരന്തരം കളിയാക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, പെണ്ണുങ്ങളോട് ഇവർക്ക് എന്തോ തരത്തിലുള്ള അസൂയയോ അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ ഇവർ നമ്മളെക്കാൾ മേലെയാണ് എന്ന വിചാരം അവരറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കടന്നുകൂടിയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ കുടുംബം എന്ന് പറയുന്ന സെറ്റപ്പ് അച്ഛൻ ആരാണെന്ന് അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ട് മാത്രമാണ് എൻ്റെ കുട്ടിയാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് ഇത് നിങ്ങളെ കുട്ടിയൊന്നും അല്ല എന്ന് പറയുന്നതോടുകൂടി തീരുന്ന അത്ര ദുർബലമാണ് ആ ബന്ധം. ആ ഒരു പേടിയാണോ സ്ത്രീകളെ ഇങ്ങനെ അടിമയാക്കി ചവിട്ടി കാലിൻ്റെ ചോട്ടിലിട്ട് അവളുടെ ബലം സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അവളെ കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. സമാനമായ ഒരു പ്രസ്താവമാണ് ആ കൃതിയിൽ ഞാൻ കണ്ടത്. എന്താണ് അഭിപ്രായം? ഞാൻ നിരീക്ഷിക്കുമ്പോൾ സ്ത്രീ മൾട്ടി ടാലൻറ്റഡ് ആണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുവിധം സ്ത്രീകൾക്കും അത് തിരിച്ചറിയാൻ കഴിയും. ഒരേ സമയം പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയും. അവർക്ക് ഒരു ചെറിയ ഡിഫക്റ്റ് ഉള്ളത്, അവർ ഹാർട്ട് ഓറിയൻറ്റഡ് മാത്രമാകുമ്പോൾ, അവർ ഇമോഷണൽ മാത്രമായി ചുരുങ്ങിപ്പോകുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അവരുടെ ഹെഡും കൂടി ഉപയോഗിച്ച്, ഹെഡ് ആൻഡ് ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് രണ്ടും ഉപയോഗിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ശക്തയായി അവൾ മാറുകയാണെന്ന് എനിക്ക് തോന്നി. നമുക്ക് ആ വെറുതെ ഒരു ഭാര്യ സിനിമയിൽ തന്നെ ജയറാം ഭാര്യ പോയി കഴിഞ്ഞപ്പോൾ വിഷമിക്കുന്നത്, അത്രയും കുറച്ച് സമയം കൊണ്ട് അവൾ എന്തുമാത്രം കാര്യങ്ങളാണ് അവൾ ചെയ്യാറ്. ഇവനത് പറ്റുന്നില്ല. കാരണം ഒരു ടാസ്ക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയും, ഒരു കാര്യം മാത്രമാണ്
പുരുഷൻ ഒരു സമയം ചെയ്യാൻ പറ്റുള്ളൂ. സ്ത്രീക്ക് ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൾ ജീവിതത്തിൽ ഹൗസ് വൈഫായിട്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെയും നോക്കും, അവരെയും പഠിപ്പിക്കും, ബാക്കി കാര്യങ്ങൾ അടുക്കള കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു മൾട്ടി ടാലൻറ്റഡ് വ്യക്തി. ഇപ്പോൾ പുരുഷന്മാർക്ക് സത്യത്തിലെ ഭയമാണ് സ്ത്രീകളോട് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ത്രീകളോട് പറയും, സത്യത്തിൽ നിങ്ങളെ ഭയപ്പെട്ടിട്ടാണ് പുരുഷന്മാർ ചവിട്ടിപ്പിടിക്കുന്നത്. കാരണം അവർക്ക് പേടിയാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്നുള്ള വാക്യമൊക്കെ വന്നത് അങ്ങനെയാണ്. അവൾ കുതറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ആന മതിക്കുന്ന പോലെയാണ്. ഈ പലപ്പോഴും ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാത്തത് ആ വലിയ ചെവികാരനാണെന്ന് തമാശ പറയാറുണ്ട്. ആ ശരീരം മുഴുവൻ ആന പലപ്പോഴും കാണുന്നില്ല. 2 വലിയ മുറം പോലത്തെ ചെവി കാരണം ഇത്രയും വലിയൊരു ശരീരത്തെയാണ് ഈ കുഞ്ഞിയെ തോട്ടിയുമായി കുഞ്ഞിയ മനുഷ്യൻ എന്നെ നയിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട്. അതുപോലെ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന പല സ്ത്രീകൾക്കും അവരുടെ ടാലൻസ് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ മനസ്സിലാക്കിയാൽ പിന്നെ അവരിതുപോലെ ഇരിക്കില്ല. അത് മുൻകൂട്ടി അറിഞ്ഞ പുരുഷനാണ് അവരെ കാലിൻ്റെ അടിയിൽ ചവിട്ടിപ്പിടിച്ച് അവളെങ്ങനെ ഒതുക്കുന്നത് എന്ന് പല അനുഭവങ്ങളിലും പല എക്സ്പീരിയൻസും കുട്ടികളെയൊക്കെ പഠിപ്പിച്ചും കൗൺസിലിംഗ് നടത്തിയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് ഞാൻ അതിനോട് ചേർന്നാണല്ലോ നമ്മൾ പുരുഷന്മാരെ പഠിപ്പിക്കണം. അത് ചോദ്യമായി വരുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സ്ത്രീകൾക്ക് ശാരീരികമായ ബലം കുറവാണ് എന്ന് ഒരു നിലനിൽക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കായിക ബലം കുറഞ്ഞു പോയി എന്നതിനെക്കുറിച്ച് ഒന്നിലധികം സ്ഥലത്ത് സിസ്റ്റർ പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കൂ. ഞാൻ പേൾസ് ബക്കിൻ്റെ ദ ഗുഡ് എർത്ത് എന്ന് പറഞ്ഞ് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള നോവലിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും പാടത്ത് പണിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആ ഭാര്യ പറയാണ് ഹസ്ബൻഡിനോട്, ഉച്ചയ്ക്ക് ഞാൻ വരില്ല കേട്ടോ, ഉച്ചയ്ക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ പോയി അവൾ പ്രസവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ തലേ ഉച്ച വരെ അവൾ പാടത്ത് ഭർത്താവിൻ്റെ ഒപ്പം പണിയെടുക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പുറകിലെ ആ പെൺകുട്ടീനെയും ഇട്ടിട്ട് അവൾ വരുന്നു. എന്നിട്ട് അവൾ പാടത്ത് പണിയെടുക്കുന്നു. ഇതായിരുന്നു സ്ത്രീയുടെ ബയോളജിക്കൽ ശക്തിയുടെയും കൂടി അടയാളം. ആദ്യകാലങ്ങളിൽ അവളും പുരുഷൻ്റെ ഒപ്പം എല്ലാ കായിക അധ്വാനവും വരെ ചെയ്തിരുന്നു. പിന്നീട് അവളെ വീട്ടിലിരുത്തി കുഞ്ഞിനെ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ എക്സസൈസ് കുറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് പെൺകുട്ടികളോട് മരം കയറരുതെന്ന് പറയും, അവരും മരം കയറാതെ അങ്ങനെ എക്സസൈസിൻ്റെ കുറവുകൊണ്ടാണ് കായിക ബലം കുറഞ്ഞത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കടന്നു പോരുമ്പോഴും മനസ്സിലാവും. ഇപ്പോഴും നമുക്ക് മനസ്സിലാവും. വീണ്ടും നമ്മുടെ കുട്ടികളിപ്പോൾ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി, 2 വീലർ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി, മരം കയറാൻ തുടങ്ങി, പൈലറ്റ് ആവാനും എല്ലാറ്റിനും വന്നു തുടങ്ങി. അപ്പോൾ അവർക്കും കായിക ശക്തിയും വരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്, അത്രമേൽ പ്രസക്തമായതുകൊണ്ട് സമയം തീരാറായി. എന്നാലും നമ്മുടെ സമൂഹത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ വളരെ കൂടുതലാണ്. അതും പുരുഷനിൽ നിന്ന് സ്ത്രീ അനുഭവിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ വളരെ വളരെ കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ ഈ ലൈംഗിക ചോദന എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ നീഡാണ്. ഭക്ഷണവും അതുപോലെ തന്നെ, വെള്ളം അതുപോലെ തന്നെ. പക്ഷേ ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് നമുക്കറിയാം, എവിടുന്ന് കഴിക്കാം എന്നറിയാം, എവിടുന്ന് കഴിക്കരുതെന്നറിയാം, അന്യൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ച് കഴിക്കരുതെന്നറിയാം, വലിച്ചു വാരി എവിടെയെങ്കിലും വെച്ച് തിന്നരുതെന്നറിയാം, വെള്ളം ഗ്രൗണ്ടിലത്തെ എടുത്ത് കുടിക്കരുതെന്നറിയാം. അങ്ങനെ ബയോളജിക്കൽ നീഡ് എങ്ങനെയാണ് ആരോഗ്യകരമായി മാനേജ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ലൈംഗികത, അവനവൻ്റെ ലൈംഗികത, ഏറിയും കുറഞ്ഞുള്ള ലൈംഗികതയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല. അത് നമ്മുടെ സിലബസിലില്ല, നമ്മുടെ മതപാഠശാലകളിലില്ല, എവിടെയും ഇല്ല. അതിൻ്റെ ഒരു ബാക്കി പത്രമല്ലേ ഇന്ന് ഈ നിലനിൽക്കുന്ന പീഡനങ്ങൾ, അതിക്രമങ്ങൾ. അതെങ്ങനെ ചെയ്യണം, ആരോഗ്യകരമായി എങ്ങനെ ചെയ്യാം എന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ. അതിന് എന്തെങ്കിലും പരിഹാരം സിസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? ഞാനതിന് ലേഖനത്തിൽ എഴുതിയതും പറയാറുള്ളതും, ലൈംഗിക വിദ്യാഭ്യാസം ഒരു മസ്റ്റാണ്, സിലബസിൽ കയറേണ്ടതാണ്. സ്കൂൾ തലത്തിലേ അത് പഠിപ്പിച്ചു കൊണ്ടുവരണം. അത് ആൺകുട്ടിയും പെൺകുട്ടിയും പഠിക്കണം. പിന്നെ കൂടുതലും പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെയാണ്. ഇപ്പോൾ ആർത്തവ സമയമാകുമ്പോൾ വീട്ടുകാർ അത് പറഞ്ഞു കൊടുക്കും, അങ്ങനെ കാര്യങ്ങൾ, നീ അധികം ഇനി തുള്ളാനും കളിക്കാനും പോകരുതെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടികൾക്കാണ്. പക്ഷേ മറിച്ച് ഈ വിദ്യാഭ്യാസം കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ആൺകുട്ടികൾക്കാണ്.
അവരാണ് തിരിച്ചറിയേണ്ടത്. ഞാൻ ഇതിൽ ഒരു 2-3 എക്സാമ്പിൾസ് ആയിട്ട് ഓർത്തത്, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ചെറുപ്പത്തിൽ കളിച്ച് വളരുമ്പോൾ രണ്ടുപേരും ഒരു ചെറിയ ട്രൗസറോ മറ്റോ ഇട്ട് ഷഡ്ഡി മാത്രമൊക്കെ ഇട്ട് നടക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ബ്ലൗസ് തയ്പ്പിച്ചു കൊടുത്തു അമ്മ. അപ്പോൾ ഈ ആൺകുട്ടി ചോദിക്കുകയാണ്, ഇതെന്താ ഇത്, ഇവൾക്ക്, എനിക്ക് അങ്ങനെ മേലെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അവൾക്ക് മാത്രം. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, അവൾ അമ്മയാകാനുള്ളതാണ്, അവളുടെ ശരീരം അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ദൈവം ഒരുക്കിക്കൊണ്ട് വരികയാണ്. ഇതൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ്. അപ്പോൾ അവൻ ഇവളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു അമ്മയെ, ഒരു ദേവിയെ, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ ഒരു ലെവലിലൂടെ ഈ ആൺകുട്ടി കടന്നു പോവുകയാണ്. അപ്പോൾ അതിനുശേഷവും അപ്പോൾ ഈ ഒരു ഉദാത്തമായ ലെസൺ പഠിപ്പിക്കേണ്ടത് ആൺകുട്ടികളെയാണ്. അതിന് പകരം നമ്മൾ പെൺകുട്ടികൾക്കാണ് എല്ലാ ലൈംഗിക വിദ്യാഭ്യാസം വല്ലതും മെയിനായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഇനി അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഊന്നൽ കൊടുക്കുന്നത് പെൺകുട്ടികൾക്കാണ്. അത് ഊന്നൽ കൊടുക്കേണ്ടത് ആൺകുട്ടികൾക്കാണ്. ഞാൻ എന്തെങ്കിലും സ്ത്രീകൾക്കുള്ള ടോക്കൊക്കെ നടത്തുമ്പോൾ അധികവും വരെ പുരുഷന്മാരാണ്. നോക്കുമ്പോൾ മെജോറിറ്റി, ഇപ്പോൾ ഇവിടെ നോക്കിയാലും അധികവും പുരുഷന്മാരായിരിക്കും, മെജോറിറ്റി പുരുഷന്മാരായിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അമ്മ എവിടെ, നിങ്ങളുടെ പെങ്ങളെവിടെ, നിങ്ങളുടെ മോളെവിടെ, അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? അത് കൊണ്ടുവരില്ലല്ലോ, ഇവർ തന്നെയാണ് ഇതിനൊക്കെ വരിക. അപ്പോൾ നിറയെ പുരുഷന്മാരായിരിക്കും ഓരോ ക്ലാസ്സും എടുക്കുമ്പോൾ. ഞാൻ പറയുന്നത്, ഏതായാലും നിങ്ങളോട് തന്നെ ഞാൻ ക്ലാസ് എടുക്കട്ടെ. കാരണം സ്ത്രീകളെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ അവർക്കത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവരോട് പറയുന്ന ഒരു വരിയുണ്ട്, ഓരോ സ്ത്രീയും ഓരോ ബോംബാണ്. അത് കണ്ണൂർ പറഞ്ഞപ്പോൾ അത് അന്നത്തെ പത്രത്തിലൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, ഇവരൊക്കെ ബോംബുകളാണ്. അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ചെറുതായി ചീറ്റാൻ തുടങ്ങും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഈ ബോംബ് പൊട്ടിത്തെറിക്കും. അപ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ മോളോ, എൻ്റെ ഭാര്യയോ, എൻ്റെ അമ്മയോ, അവർ കുറേശ്ശെ ചീറ്റുന്നുണ്ടായിരുന്നു, ഈ ബോംബിൽ നിന്ന് കുറേശ്ശെ ചീറ്റൽ വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ പറയാം, അയൽവക്കക്കാരി ഇങ്ങനെ പറഞ്ഞു എന്നോ, അല്ലെങ്കിൽ നിങ്ങളെന്താ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്നൊക്കെ ആവും ചോദ്യങ്ങൾ. അത് ചെറിയ ചെറിയ ചീറ്റലുകളായിരുന്നു. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് ആ കാര്യം അവരിൽ നിന്ന് നോക്കി മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ആ ബോംബ് പൊട്ടില്ല. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളും സ്ത്രീകൾ വരാത്തടത്തൊക്കെ ഞാൻ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കും. കാരണം അതാണ് കൂടുതൽ ഇഫക്റ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആൺകുട്ടികളെ പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെയായ കുറേ ഈ ലൈംഗിക അരാജകത്വത്തിന് കുറവ് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. സിസ്റ്റർ മഠം വിട്ടി ഇറങ്ങിപ്പോന്ന ഒരു വ്യക്തിയാണ്. ഈ മതസ്ഥാപനങ്ങളുടെ, ഏത് സ്ഥാപനങ്ങളുടെയും ഈ പെരുങ്കോട്ടകൾ പൊളിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിന് അസാമാന്യമായ മനക്കരുത്ത് വേണം. ഏതൊരു കായിക ബലത്തെക്കാളും അപ്പുറത്താണ് ആ കരുത്ത്. കാരണം ഇവർ പൊളിച്ചിടുന്ന ഈ കോട്ടകളുടെ അവശിഷ്ടങ്ങളുടെ കുലുക്കം, അതിൻ്റെ കരുത്ത് കാരണം സമാനമായ അനവധി കോട്ടകളുടെ അസ്ഥിവാരത്തിന് വിള്ളൽ വീഴുന്നുണ്ടാവും, അറിഞ്ഞോ അറിയാതെ. ഏറ്റവും ചുരുങ്ങിയത് അത് വിള്ളൽ വീഴുമെന്ന് പേടിക്കുന്ന അനവധി സ്ഥാപന മേധാവികൾ ഉണ്ടാകും. അത്തരമൊരു വ്യക്തിയുടെ കൂടെ ഈ വേദിയിലിരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുന്നു.